റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് രാജ്യം. റിപ്പബ്ലിക് ദിനം വർണ്ണാഭമായി ആഘോഷിച്ച രാജ്യം. രാജ്യ തലസ്ഥാനത്തെ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി. आकाश में राष्ट्रपति भवन की ओर से मी-17 V5 हेलीकॉप्टर उल्टे वाय के आकार में उड़ान भरते हुए सलामी मंच की ओर. हमारे राष्ट्रीय ध्वज और सेनाओं के ध्वज के साथ उड़ान भरते हुए हेलीकॉप्टर्स विंग कमांडर निखिल मेहरोत्रा के नेतृत्व में दर्शकों पर फूलों की पंखुड़ियां बरसाते हुए अन्य हेलीकॉप्टर्स में विंग कमांडर जीनो थॉमस, स्क्वाड्रन लीडर रोहित और स्क्वाड्रन लीडर वशिष्ठ उड़ान. രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രാധാകൃഷ്ണൻ, 71ാം റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളുടെ ഇത്തവണത്തെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത യുദ്ധസ്മാരകത്തിലാണ് ഇന്നത്തെ പ്രകടനത്തിൽ ഏറെ ശ്രദ്ധ നേടി. ഇതിൽ വ്യോമസേന നടത്തിയ അഭ്യാസ പ്രകടനങ്ങളാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. CRPFന്റെ വനിതാ വിഭാഗം ബൈക്കിൽ അവതരിപ്പിച്ച അഭ്യാസ പ്രകടനങ്ങളും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വനിത നമ്മൾ കണ്ടു പരേഡിൽ. കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രത്യേകതകൾ എടുത്തു പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം? തീർച്ചയായിട്ടും ഏറ്റവും പ്രശംസകൾ നൽകിയത് 71ാം റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഔദ്യോഗിക പരിപാടികൾ പൂർത്തിയായത്. അതിൻ്റെ ആഹ്ലാദത്തിൽ തന്നെയാണ് രാജ്യം ഇപ്പോഴും ഉള്ളത്. ഒട്ടേറെ സവിശേഷതകൾ ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിലും ചടങ്ങുകൾക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് നൽകിയത്. അഭയാർത്ഥികൾക്ക് ഇന്ത്യ എന്നും അഭയകേന്ദ്രമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന സന്ദേശത്തിലാണ് ഗവർണർ പൗരത്വ നിയമ ഭേദഗതിയെ പരോക്ഷമായി പരാമർശിച്ചത്. അതേസമയം പൗരത്വ നിയമം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ലത്തീൻ സഭ പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. വഖഫ് ബോർഡിന്റെ കീഴിലുള്ള പള്ളികളിലും മദ്രസകളിലും ഭരണഘടനയുടെ ആമുഖം വായിച്ചും ദേശീയ പതാക ഉയർത്തിയും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിയും. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ഗവർണർ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതായിരുന്നു ഏവരും ഉറ്റുനോക്കിയിരുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ പ്രസംഗത്തിൽ ഗവർണർ വിമർശനം ഉന്നയിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടായില്ല. എന്നാൽ പൗരത്വ നിയമ ഭേദഗതിയെ പരോക്ഷമായി ഗവർണർ പരാമർശിക്കുകയും ചെയ്തു. ഇന്ത്യ ഹാസ് ഓൾവേസ് ഷെൽട്ടർഡ് ദി പെർസിക്യൂട്ടഡ് ഓഫ് ദി വേൾഡ്. വി അക്സെപ്റ്റ് ഓൾ റിലിജിയൻസ് ആസ് ട്രൂ. ഐ ആം പ്രൗഡ് ടു ബിലോങ് ടു എ നേഷൻ which has sheltered the persecuted and the refugees of all religions and all nations of the earth. കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച ഗവർണർ മുഖ്യമന്ത്രിയെയും പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചു. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഭരണത്തിൽ കേരളം വികസന കുതിപ്പിന്റെ പാതയിലെന്ന് ഗവർണർ. Kerala's development initiatives under the able leadership of our Chief Minister Shri Pinarayi Vijayan have brought well-deserved recognition to the state in many areas. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ലത്തീൻ സഭ ഇന്ന് ദേവാലയങ്ങളിൽ ഇടയലേഖനം വായിച്ചു. മുസ്ലിം പള്ളികളിലും മദ്രസകളിലും അറബിക് കോളേജുകളിലും വഖഫ് ബോർഡ് നിർദ്ദേശപ്രകാരം ദേശീയ പതാക ഉയർത്തി. ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. വിവിധ സേനാ വിഭാഗങ്ങളുടെ സെറിമോണിയൽ പരേഡും നടന്നു. എറണാകുളം ജില്ലാസ്ഥാനത്ത് സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി AC മൊയ്തീൻ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. 10 സായുധ പ്ലാറ്റൂണുകളും 19 ആയുധമില്ലാ പ്ലാറ്റൂണുകളും 8 ബാൻഡ് സംഘങ്ങളും സെറിമോണിയൽ പരേഡിൽ അണിനിരന്നു. തുല്യതയും സാഹോദര്യവും രാജ്യത്തിന്റെ ബഹുസ്വരതയും സംരക്ഷിക്കേണ്ടത് ഭരണഘടനാ സംരക്ഷണത്തിന് അനിവാര്യമാണെന്ന് മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. നമ്മൾ ഇന്ത്യക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ ഭരണഘടന പലതുകൊണ്ടും പ്രസക്തമാണ് എന്നിപ്പോൾ ഏറെ ചർച്ച നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ. കൊച്ചിയിലെ ദക്ഷിണ നാവിക ആസ്ഥാനത്തും പ്രത്യേക പരിപാടികൾ നടന്നു. ദക്ഷിണ നാവിക മേധാവി അനിൽകുമാർ ചാവ്ല സല്യൂട്ട് സ്വീകരിച്ചു. ആലപ്പുഴയിൽ മന്ത്രി ജി സുധാകരനും കൊല്ലത്ത് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും പത്തനംതിട്ടയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സല്യൂട്ട് സ്വീകരിച്ചു.
ഇടുക്കി ചെറുതോണിയിൽ മന്ത്രി എം മണിയും തൃശൂരിൽ മന്ത്രി VS സുനിൽകുമാറും പാലക്കാട് മന്ത്രി AK ബാലനും അഭിവാദ്യം സ്വീകരിച്ചു. മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ മന്ത്രി KT ജലീൽ സല്യൂട്ട് സ്വീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കോഴിക്കോട് ബീച്ചിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത്. മന്ത്രി TP രാമകൃഷ്ണൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. സുദീർഘമായ സമരത്തിന്റെ സാക്ഷാത്കാരമായാണ് നമ്മുടെ ഭരണഘടന ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്തത്. കണ്ണൂരിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും കാസർഗോഡ് മന്ത്രി E ചന്ദ്രശേഖരനും വയനാട് AK ശശീന്ദ്രനും അഭിവാദ്യം സ്വീകരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും രാജ്യത്തിൻ്റെ സൈനിക കരുത്തും ശക്തിയും വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിലെ രാജ്പഥിൽ നടന്ന പരേഡ്. ഇന്ത്യയുടെ സൈനിക കരുത്ത് എത്രമാത്രം ആണ് എന്നത് നമുക്കൊരു ഓഗ്മെന്റ് റിയാലിറ്റിയുടെ സഹായത്തോടു കൂടി നമുക്ക് നോക്കാം. 24 പ്രേക്ഷകരെ ഞങ്ങൾ ഇനി കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്ത്യയുടെ പോരാളികളെ കാണുവാനാണ്. ഇന്ത്യയുടെ സൈനിക കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് കാണുവാനാണ്. കരയിലും കടലിലും ആകാശത്തുമായി നാം കരുതി വെച്ച ആയുധശേഖരങ്ങളിലെ കരുത്തരെ ഓഗ്മെന്റ് റിയാലിറ്റി സംവിധാനത്തിലൂടെ ഡോക്ടർ അരുൺകുമാർ പരിചയപ്പെടുത്തുകയാണ്. ഇനി ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 71 വയസ്സ്. ഓരോ റിപ്പബ്ലിക് ദിനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കാണ് ഭാരതമെന്ന്. നമ്മളുടെ പരമാധികാരം സോവറിറ്റി കാത്തുസൂക്ഷിക്കാൻ മണ്ണിലും വിണ്ണിലും മഹാസമുദ്രത്തിലും കാവൽ നിൽക്കുന്ന കാവൽപ്പട. ഗ്ലോബൽ പവർ ഇൻഡെക്സിൽ മികച്ച റാങ്കിംഗ് ആണ് ഇന്ത്യക്ക്. അതിലേറ്റവും മികച്ചതൊന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേനകളിലൊന്ന്. വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടക്കം 2190 ആകാശയാനങ്ങൾ നമ്മളെ കാത്തുസൂക്ഷിക്കുന്നു ആകാശത്തു നിന്നും. നിരവധി പോർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ 24 അവയിൽ ചിലതിനെ പരിചയപ്പെടുത്തുന്നു. ലോകത്തെ ഏറ്റവും മികച്ച വ്യോമശേഷിയാണ് ഇന്ത്യക്കുള്ളത്. നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. ഇന്ത്യയുടെ ആകാശത്തിലെ കാവൽക്കാരൻ. ആദ്യം പരിചയപ്പെടുന്നത് മിറാഷ് 2000. മിറാഷ് 2000 2400 km/h വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള മിറാഷ്. ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള മിറാഷ്. ബാലാക്കോട്ട് പ്രേക്ഷകർ കണ്ട, പ്രേക്ഷകരറിഞ്ഞ ഇന്ത്യൻ ആർമിയുടെയും എയർഫോഴ്സിന്റെയും സംയുക്താക്രമണത്തിന് നേതൃത്വം നൽകിയ ബാലാക്കോട്ട് ഹീറോയാണ് മിറാഷ് 2000. മിറാഷ് 2000 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ പോർ നായകനായിരുന്നു മിറാഷ് 2000. ഇപ്പോഴുമുണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്കൊപ്പം. ന്യൂക്ലിയർ ക്രൂയിസ് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന പോർ നായകൻ. നമുക്ക് മിറാഷിനെ പറഞ്ഞു വിടാം. നമുക്ക് റഫാലിനെ വിളിക്കാം. 80കളിൽ വികസനം ആരംഭിച്ച റഫാൽ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നത് അടുത്തിടെയാണ്. ഫ്രഞ്ച് വ്യോമ നാവികസേനകളും ഈജിപ്റ്റ് വായുസേനയും ഖത്തർ വായുസേനയുമാണ് നിലവിൽ റഫാൽ ഉപയോഗിക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 165 വിമാനങ്ങൾ മാത്രമേ റഫാൽ നിർമ്മിച്ചിട്ടുള്ളൂ. 2 പൈലറ്റുമാരുള്ളതും 1 പൈലറ്റുമാരുള്ളതുമായ വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ തന്നെ വാങ്ങുന്നത്. ഏകദേശം 675 കോടി രൂപയാണ് റഫാലിന്റെ വില. അതിന്റെ കണക്കുകൾ നമ്മൾ നോക്കിയാൽ റഫാൽ വിമാനത്തിന്റെ വേഗത 1912 km/h വേഗതയിലാണ് റഫാൽ സഞ്ചരിക്കുന്നത്. മൾട്ടി റോൾ പോർ വിമാനമാണ്. വ്യത്യസ്തങ്ങളായ ജോലികൾ ഒരേ സമയം നിർവഹിക്കാൻ ശേഷിയുള്ള പോർ വിമാനമാണ്. മിക്ക വിമാനങ്ങളിലും ഉള്ളതിനേക്കാൾ മികച്ച സാങ്കേതിക തികവുണ്ട്. രാത്രിയും പകലും ഒരേപോലെ ആക്രമണം നടത്താനുള്ള ശേഷി. ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചതും റഫാലാണ് എന്ന് ഓർമ്മിക്കണം. ഇന്ത്യൻ സേനയുടെ ലീഡറാണ് റഫാൽ. റഫാൽ പോകുന്നു. ഇനി മിഗ് വരുന്നു. 24ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോയിൽ സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ച സൂപ്പർസോണിക് ജെറ്റ് പോർ വിമാനമാണ് MiG-29. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായിരുന്നു MiG-29. 1985 മിഗ് വിമാനങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നത്. നിരവധി നവീകരണങ്ങൾക്ക് വിധേയമാക്കിയുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ MiG-29 2400 km/h വേഗതയിൽ സഞ്ചരിച്ച് ശത്രുവിന്റെ രാജ്യത്ത്, ശത്രുവിന്റെ അതിർത്തിക്കുള്ളിൽ പ്രഹരമേൽപ്പിച്ചു മടങ്ങാൻ ശേഷിയുള്ള സൂപ്പർ താരമാണ്. ശത്രുരാജ്യത്തിന്റെ പോർ വിമാനങ്ങളെ ആകാശത്തു വെച്ചു തന്നെ ആക്രമിക്കുകയാണ് പ്രധാനപ്പെട്ട ദൗത്യം. ദൂരപരിധി ഒറ്റപ്പറക്കലിൽ 1430 km
പറന്നു വരാൻ സാധിക്കും മിഗിന് എന്നുള്ളതാണ്. കാർഗിലിന്റെ ഹീറോയാണിവൻ. അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാനിലേക്ക് പോകുന്നതും MiG-29 വിമാനത്തിലായിരുന്നു എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. അതിനു മുമ്പ് പാകിസ്ഥാന്റെ വിമാനത്തെയും തകർത്തത് മിഗാണ്. സോ മിഗ് പോകുന്നു 24-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോയിൽ നിന്ന്. മിഗ് ഇന്ത്യൻ റിപ്പബ്ലിക് ഓർമ്മിക്കപ്പെടുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഓഫീസ് ഇന്ത്യയുടെ പ്രസിഡന്റിനുണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയുടെ കാവൽപ്പടയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 71 വയസ്സ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പരമാധികാരത്തെ മണ്ണിൽ കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ ശക്തമായ കാവൽപ്പടയാളികൾ 14 ലക്ഷം കാവൽഭടന്മാർ ഉറങ്ങാതിരുന്നാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ കാത്തുരക്ഷിക്കുന്നത്. ഈ കാവൽഭടന്മാർക്കൊപ്പം ശക്തിയായി കൂടെയുള്ളത് അർജുൻ ടാങ്ക്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത മെയിൻ ബാറ്റിൽ ടാങ്കാണ് അർജുൻ. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ചെടുത്ത ഈ 3ാം തലമുറ ടാങ്ക് മഹാഭാരതത്തിലെ പോരാളിയായ അർജുനന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 120 മില്ലിമീറ്റർ റൈഫിൾസ് തോക്കും അതിനോട് ചേർന്ന് ഘടിപ്പിച്ചിരിക്കുന്ന 7.62 മില്ലിമീറ്റർ യന്ത്രത്തോക്കും മറ്റൊരു 12.7 മില്ലിമീറ്റർ വിമാനവേധ തോക്കുമാണ് ഈ ടാങ്കിലെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ. ഈ ടാങ്കിന് റോഡിലെ വേഗത 70 കിലോമീറ്റർ ആണെങ്കിൽ ക്രോസ് കൺട്രി ചതുപ്പ് നിലങ്ങളിൽ ദുർഘടമായ പാതകളിൽ 43 കിലോമീറ്റർ പരമാവധി വേഗം സഞ്ചരിക്കാൻ സാധിക്കും. അർജുൻ ബാറ്റിൽ ടാങ്ക് ഇന്ത്യൻ കരസേനയുടെ അഭിമാനം. കാവൽഭടന്മാരുടെ കരുത്തനാണ് അർജുൻ ബാറ്റിൽ ടാങ്ക്. എന്നാൽ അതിലും വലിയ കരുത്തുറ്റ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഇന്ത്യൻ ആർമിക്കൊപ്പമുണ്ട്. അതിലൊന്നാണ് നാഗ് മിസൈൽ. ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 3ാം തലമുറയിൽപ്പെട്ട അത്യാധുനിക ടാങ്ക് വേദ മിസൈലാണ് നാഗ്. വിജയകരമായി നമ്മൾ പരീക്ഷിച്ചു. ടാങ്കുകൾ ആക്രമിച്ച് കീഴടക്കാൻ ശേഷിയുള്ള കരുത്തനാണ് ഇവൻ. 3 പരീക്ഷണങ്ങളിലും പൂർണ്ണ വിജയമായിരുന്നു. രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിലായിരുന്നു പരീക്ഷണം. രാത്രിയും പകലും ഒരേപോലെ ടാങ്കുകൾ കൃത്യമായി ആക്രമിച്ചു തകർക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. ഇത് അത്യാധുനിക മിസൈൽ വാഹിനികളിൽ ഘടിപ്പിച്ച് DRDO വികസിപ്പിച്ച നാഗിന് ഡിഫൻസ് കൗൺസിൽ അംഗീകാരം നൽകിയിരുന്നു. 524 കോടി രൂപയാണ് ഈ മിസൈലിന്റെ നിർമ്മാണ ചെലവ്. നമുക്ക് നാഗ് വിക്ഷേപിക്കാം 24-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോയിൽ നിന്നും. മിസൈൽ തുടക്കുന്നു. 1 2 3 നാഗിനൊപ്പം തന്നെ 4K മിസൈൽ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന തരം മിസൈലുകളും നമ്മൾ വികസിപ്പിച്ചെടുത്തു. അതും ആണവവാഹക ശേഷിയുള്ളത്. K4 ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ അടുത്തിടെയാണ് വിജയകരമായി പരീക്ഷിച്ചത്. ആന്ധ്രയുടെ തീരത്ത് നിന്ന് 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് ആന്ധ്ര തീരത്ത് നിന്ന് നമ്മൾ വിക്ഷേപിച്ച വെള്ളത്തിനടിയിൽ നിന്ന് കരയിലേക്ക് പോകാൻ കഴിയുന്ന K4 മിസൈൽ. അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് തുടർ പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാകും എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ശത്രുക്കളെ അന്തർവാഹിനികളിൽ നിന്ന് ആക്രമിക്കാൻ സാധിക്കുന്ന ആയുധങ്ങളുടെ ശക്തിപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് DRDO K4 മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ബാലിസ്റ്റിക് മിസൈലിന്റെ അന്തർവാഹിനിയിൽ നിന്ന് 3500 കിലോമീറ്റർ ദൂരം വരെ പ്രഹരശേഷിയുണ്ട് K4 ബാലിസ്റ്റിക് മിസൈലിന്. K4 ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ തുടക്കുന്നു. അത് അന്തർവാഹിനികളിൽ നിന്ന് കരയിലേക്കാണെങ്കിൽ ഇപ്പോൾ 24-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോയിൽ K4 ബാലിസ്റ്റിക് മിസൈൽ. ഇനി അഗ്നിയാണ്. 5000 കിലോമീറ്റർ വരെ ദൂരം പറന്നെത്തി ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള അഗ്നി ബാലിസ്റ്റിക് മിസൈൽ 6ാമത്തെ നിർണായകമായ പരീക്ഷണത്തിലാണ് DRDO അഗ്നി വിജയിപ്പിച്ചെടുക്കുന്നത്. ഇന്ത്യയുടെ കരുത്തുറ്റ മിസൈലുകളിൽ ഏറ്റവും പ്രഹരശേഷിയുള്ള ഒന്നാണ് അഗ്നി. അന്തരീക്ഷത്തിലൂടെ കുതിക്കുമ്പോൾ വായുവിന്റെ ഉരസി മിസൈലിന്റെ ഉപരിതല താപനില 4000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഇതുമൂലം മിസൈലിലെ കമ്പ്യൂട്ടർ നിയന്ത്രിത യന്ത്രഭാഗങ്ങൾക്ക് സംഭവിക്കാവുന്ന നാശം ചെറുക്കാൻ അത്യാധുനികമായി സാങ്കേതികമായി വികസിപ്പിച്ചെടുത്ത ഫൈബറിൽ വികസിപ്പിച്ചെടുത്ത പ്രത്യേക കവചമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അഗ്നി ബാലിസ്റ്റിക് മിസൈലിന്റെ ദൂരപരിധി 5800 കിലോമീറ്ററാണ്. ഭാരം 50 ടണ്ണാണ്. ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽപ്പെടുന്ന അഗ്നി നമ്മൾ 24-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോയിൽ നിന്ന് ഫയർ ചെയ്യുന്നു. ഫയർ! ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 71 വയസ്സ്. പരമാധികാരത്തെ കാത്തുരക്ഷിക്കാൻ കടലിനടിയിൽ 2 സൂപ്പർ താരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് 24-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ. അതിലാദ്യം INS ചക്ര. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടലിൽ നിന്ന് 600 മീറ്റർ താഴെയുള്ള പ്രദേശത്താണ്. INS ചക്ര എന്ന റഷ്യൻ നിർമ്മിത ആണവ അന്തർവാഹിനിക്ക്
600 മീറ്റർ താഴെ നിന്നുകൊണ്ടാണ് ഓപ്പറേഷൻസ് നടത്താൻ കഴിയുക. ആണവ റിയാക്ടറാണ് ഇതിന്റെ പ്രധാന കേന്ദ്രം. ഇനി നമുക്ക് ഈ ആണവ റിയാക്ടറിന്റെ അന്തർവാഹിനിയുടെ സവിശേഷതകളിലേക്ക് വരാം. കടൽത്തട്ടിന്റെ 600 മീറ്റർ താഴെ നിന്നും ഉയർന്ന് ആണവ റിയാക്ടർ കൂടിയായ ഈ അന്തർവാഹിനി ഇപ്പോൾ നമ്മുടെ മുൻപിലെത്തിയിട്ടുണ്ട്. ഈ ആണവ അന്തർവാഹിനിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ: 8140 ടൺ കേവ് ഭാരമുള്ള ഈ അന്തർവാഹിനി റഷ്യയിൽ നിന്ന് ഇന്ത്യൻ സൈനിക ശക്തിയുടെ ഭാഗമായി തീരുമ്പോൾ ലോകത്തെമ്പാടുമുള്ള നേവൽ പവറിനെ കവച്ചുവെക്കുന്ന ഒരു സാങ്കേതിക വൈദഗ്ധ്യം ഇന്ത്യക്ക് കൈവരികയായിരുന്നു. 30 നോട്ട്സ് വേഗത്തിൽ ചലിക്കുന്ന ഈ സബ്മറൈൻ ഏതു ഭാഗത്തുമുള്ള കപ്പൽ കടന്നു പോകാൻ കഴിയുള്ള ചാലുകളിലെല്ലാം ഭീതി വിതയ്ക്കാൻ ശേഷിയുള്ള ഭീകരനാണ്. 73 ജീവനക്കാരുമായി 100 ദിവസം വരെ 600 മീറ്റർ താഴെ കടലിനടിയിൽ കഴിയാൻ ശേഷിയുള്ളതാണ് ഈ ആണവ അന്തർവാഹിനി. 600 മീറ്റർ വരെ ആഴത്തിൽ പോകാൻ ഈ കപ്പലിന് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഇന്ത്യൻ മഹാസമുദ്രമാകട്ടെ അറബിക്കടലിലാവട്ടെ ഈ അന്തർവാഹിനി കിടക്കുന്ന പ്രദേശങ്ങളിൽ മറ്റൊരു നാവിക സൈന്യത്തിനും കടന്നു വരാൻ കഴിയാത്ത വിധം ശക്തമായ പ്രതിരോധം തീർക്കും. കടലാഴങ്ങളിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ കാത്തു സൂക്ഷിക്കുന്നു INS ചക്ര. നാവികസേനയുടെ അഭിമാനമാണവൻ. ഗുഡ് ബൈ INS ചക്ര. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് INS വിക്രമാദിത്യ. 23 ഡെക്കുകളിൽ 19.82 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന INS വിക്രമാദിത്യ. 45,000 ടൺ കേവ് ഭാരമുള്ള INS വിക്രമാദിത്യ റഷ്യൻ നിർമ്മിതിയാണ്. US സൂപ്പർ കാരിയറുകൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ വിമാനവാഹിനിയാണ് INS വിക്രമാദിത്യ. 40 പോർ വിമാനങ്ങളെ ഒരേ സമയം ചുമലിലേറ്റാൻ കഴിവുള്ള INS വിക്രമാദിത്യ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ കരുത്താണ്. 23 ഡക്കുകൾ, 19.82 ഏക്കർ വിസ്തൃതി, 30 MiG-29 പോർ വിമാനങ്ങളെ തോളിലേറ്റാനുള്ള കരുത്ത്. INS വിക്രമാദിത്യ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ കരുത്ത്. INS ചക്രയും INS വിക്രമാദിത്യയും അടക്കമുള്ള നാവികസേനയോട് മത്സരിക്കാനും നാവികസേനയെ സ്വപ്നം കാണാനും നാവികസേനയെ ആക്രമിക്കാനും സ്വപ്നം കാണാൻ പോലും മടിക്കും INS വിക്രമാദിത്യയും ചക്രയും നമ്മുടെ പക്കലുള്ളപ്പോൾ. ഗുഡ് ബൈ INS വിക്രമാദിത്യ. കടൽപ്പരപ്പിൽ ജാഗ്രതയോടുകൂടി നിൽക്കും INS വിക്രമാദിത്യയും കടലിനടിയിൽ INS ചക്രയും ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ കാത്തു സൂക്ഷിക്കാൻ. ഓരോ റിപ്പബ്ലിക് ദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. കരയിലും കടലിലും നമ്മളുടെ പരമാധികാരത്തെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് കാവൽ ഭടന്മാരുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ജനാധിപത്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഓരോ റിപ്പബ്ലിക് ദിനത്തിലും നമ്മൾ കാത്തുരക്ഷിക്കുമെന്നുള്ള പ്രതിജ്ഞയെടുക്കൽ കൂടിയാണ്. 71ാം റിപ്പബ്ലിക് ദിനാശംസകൾ എല്ലാ പ്രേക്ഷകർക്കും. ഇന്ത്യയുടെ സൈനിക കരുത്ത് എങ്ങനെയാണ്, എത്രത്തോളമാണ് എന്ന് അടയാളപ്പെടുത്തുകയായിരുന്നു ഈ ഓഗ്മെന്റ് റിയാലിറ്റിയിലൂടെ ഡോക്ടർ അരുൺകുമാർ ചെയ്തത്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ അത് ഇന്ത്യയുടെ പരമാധികാരത്തെ അടയാളപ്പെടുത്തുക കൂടിയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വിവരണത്തിലൂടെ നടത്തിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം അല്ലേ? അതെ, ഇനി നമ്മൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസത്തിലേക്കാണ്. ഓരോ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഗവർണർ സർക്കാർ പോര്, ഇന്നലെ അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. ഇന്നിപ്പോൾ അതിന്മേലുള്ള പ്രതികരണങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഗവർണറെ നീക്കം ചെയ്യണം എന്ന പ്രതിപക്ഷ പ്രമേയത്തെ തള്ളുകയാണ് സർക്കാരും ഇടതുമുന്നണിയും. രമേശ് ചെന്നിത്തലയുടെ നീക്കത്തിന് ദുരുദ്ദേശം ഉണ്ടാകാറുണ്ടെന്നും ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നുമാണ് LDF കൺവീനർ A വിജയരാഘവൻ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. അതെ, പ്രതിപക്ഷം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നു എന്നായിരുന്നു നിയമമന്ത്രി AK ബാലന്റെ പ്രതികരണം. അല്ല, പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ദുരുദ്ദേശവും ഉണ്ടാവാറുണ്ട്. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ പ്രതിപക്ഷം നിരന്തരം ശ്രമിച്ചു വരുന്നുണ്ട്. UDFന് അതിലത്ര കൃത്യതയാർന്ന നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയാതെ പോയ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് കൂട്ടായ സമരത്തിലേക്ക് അവർ വരാതെ പോയത്. കോൺഗ്രസിനകത്ത് തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള യാതൊരു പ്രശ്നവും ഞങ്ങൾ തമ്മിലില്ല. പ്രതിപക്ഷം ഇത് നല്ല വിശ്വാസത്തിലാണ് ചെയ്യുന്നതെന്നുള്ള അഭിപ്രായവും എനിക്കില്ല. ഞാൻ സാധാരണ പറയുന്ന പോലെ ഇവർക്ക് വെള്ളം കലക്കിയിട്ട് മീൻ പിടിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് പ്രതിപക്ഷത്തിന്. അപ്പോൾ എന്തോ ഒരു ഗവൺമെൻറ്റിനെ
സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളാണ് മുൻപന്തിയിലുള്ളത് എന്നൊരു കാരണമൊന്നും ആർക്കും വേണ്ട. മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങളിൽ ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല, ആരെയും അനുവദിക്കുകയില്ല. രമേശ് ചെന്നിത്തലയുടെ ഗവർണർക്കെതിരായ പ്രമേയ നോട്ടീസിൽ തീരുമാനം വെള്ളിയാഴ്ചയെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അറിയിച്ചു. വെള്ളിയാഴ്ച കാര്യോപദേശക സമിതി ചേരും. പ്രമേയം നിയമപരമായി നിലനിൽക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സ്പീക്കർ രാജ്ഭവനിലെത്തി ക്ഷണിച്ചു. പ്രശ്നങ്ങൾ വ്യക്തിപരമല്ല എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. വി എ ഗിരീഷ് ഉണ്ട് വിഷയത്തിന്റെ വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഇന്നലെ പ്രതിപക്ഷം ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയതിന് ശേഷം ഭരണപക്ഷത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇടതുപക്ഷ മുന്നണിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അവർ ഇങ്ങനെ ഒരു നീക്കത്തെ തള്ളുകയാണ്. ഇനി സ്പീക്കറുടെ ഭാഗത്തു നിന്ന് എന്ത് തീരുമാനമുണ്ടാകുമെന്നതല്ലേ ഏറ്റവും നിർണായകം. നിയമപരമായി ഇത് നിലനിൽക്കുമെന്നത് അദ്ദേഹം ചട്ടങ്ങൾ ഉദ്ധരിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എത്തരത്തിലേക്കായിരിക്കാം മുന്നോട്ടുള്ള നീക്കം? അനുജ, ഗവർണറെ പിൻവലിക്കണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിക്കാനുള്ള നോട്ടീസ് ചട്ടം 130 അനുസരിച്ചാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് നൽകിയത്. സഭാ സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പും ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾക്കുള്ള നോട്ടീസുകൾ ലഭിക്കാറുണ്ട്. ഇതിൽ കാര്യോപദേശക സമിതി ചേർന്നാണ് ഒരു തീരുമാനമെടുക്കുക. ഈ കാര്യോപദേശക സമിതിയുടെ യോഗമാണ് ഈ വെള്ളിയാഴ്ച നടക്കുന്നത്. ഈ യോഗത്തിലായിരിക്കും ഈ നോട്ടീസ് പരിഗണിക്കുക. പ്രമേയത്തിന് അനുമതി നൽകണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാര്യോപദേശക സമിതിയായിരിക്കും തീരുമാനിക്കുക. ഇതനുസരിച്ചായിരിക്കും നിയമസഭയിൽ ഏതൊക്കെ പ്രമേയം വരും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. ഏതുതന്നെയായാലും ഇപ്പോൾ സ്പീക്കർ അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള നോട്ടീസ് നിയമപ്രകാരം നിലനിൽക്കുന്നതാണ് ഈ നോട്ടീസ്. അതിനാൽ തന്നെ കാര്യോപദേശക സമിതി യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് സ്പീക്കർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതുതന്നെയായാലും എന്നാൽ ഇതിനിടയിലാണ് മറ്റു ചില സംഭവങ്ങൾ കൂടി കടന്നു വരുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് നൽകിയ പ്രതിപക്ഷത്തിന്റെ നീക്കത്തെ പിന്തുണയ്ക്കില്ലെന്ന സൂചനകൾ LDFിന്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞു. കാരണം ഇക്കാര്യത്തിൽ LDF ഒരു വിലയിരുത്തലുണ്ട്. കാരണം ഗവർണറുമായി ഒരു വിഷയമുണ്ട്, ഒരു ഭരണഘടനാ പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന് വരുത്തി തീർത്താൽ അതിൻ്റെ ദോഷം സംസ്ഥാന സർക്കാരിന് തന്നെയാകും. ഒരുപക്ഷെ കേന്ദ്രത്തിന് ഉചിതമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇടപെടലിന് കാത്തിരിക്കുന്ന കേന്ദ്രത്തിന് ഒരു അവസരം നൽകുന്നതിന് തുല്യമാകും എന്ന് LDFും അതോടൊപ്പം തന്നെ സർക്കാരും വിലയിരുത്തുന്നുണ്ട്. ഏതായാലും ഇതുകൂടി അനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനമാകും എന്തായാലും കാര്യോപദേശക സമിതിയിൽ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇക്കാര്യത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നിയമമന്ത്രിയായാലും അതോടൊപ്പം തന്നെ LDF കൺവീനറായാലും അവരുടെ വാക്കുകളിൽ കൂടി പുറത്തു വരുന്നത്. ഇത് നിയമസഭയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാതിരിക്കുന്ന ഒരു സന്ദർഭമുണ്ടായാൽ അവിടെയും പ്രതിപക്ഷത്തിന് സർക്കാരിനെ വിമർശിക്കാനുള്ളൊരു അവസരം ഉണ്ടാകില്ലേ? പ്രത്യേകിച്ച് ഇത് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ഇങ്ങനെ ഒരു നീക്കം വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മാർത്ഥതയില്ലാത്ത തരത്തിലേക്കാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിനോടകം ഈ വിഷയത്തിലൊക്കെ ഉണ്ടായ സമരങ്ങൾ എന്ന ഒരു വിമർശനം അതുണ്ടാകാനുള്ള സാധ്യതയില്ലേ? അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ LDF കൺവീനർ A വിജയരാഘവൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിയിൽ ഏതെങ്കിലും തരത്തിൽ സമരത്തിന് പിന്തുണയ്ക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നടക്കുന്ന മനുഷ്യ മഹാശൃംഖലയിൽ പ്രതിപക്ഷം അണിചേരുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഇത്തരത്തിലുള്ള ഒരു ആരോപണം LDF മുൻകൂട്ടി കാണുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആക്ഷേപം സ്പീക്കർ സ്വീകരിക്കുന്ന നിലപാട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. ഗവർണറെ അദ്ദേഹം രാജ്ഭവനിലെത്തി ക്ഷണിച്ചിട്ടുണ്ട്. ഏതായാലും കാര്യോപദേശക സമിതി നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ഈ കാര്യത്തിൽ സ്പീക്കർ ഈ പ്രമേയത്തിന് അവതരണാനുമതി നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം സ്പീക്കർ സ്വീകരിക്കുക. അതേസമയം തന്നെ ഈ പ്രമേയം നിയമങ്ങൾ അനുസരിച്ച് നിലനിൽക്കുന്നതാണ് എന്ന നിലപാട് സ്പീക്കർ സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഇടതുമുന്നണി സംഘടിപ്പിക്കുന്ന മനുഷ്യ മഹാശൃംഖല ഇന്ന് വൈകിട്ടാണ്. 70 ലക്ഷത്തോളം പേർ ചങ്ങലയിൽ അണിനിരക്കും എന്നാണ് പ്രതീക്ഷ. കാസർഗോഡ് മുതൽ കളിയിക്കാവിള വരെ നീളുന്ന ചങ്ങലയുടെ റിഹേഴ്സൽ 3:30 നടക്കും. ചങ്ങലയിൽ അണിനിരക്കുന്നവർ ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. തനേഷ് തമ്പി, ഷഹീൻ ആന്റണി, ഷഹദ് റഹ്മാൻ, തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തുടക്കത്തിൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. ആദ്യം തനേഷിലേക്ക് നമുക്ക് പോകാം. തനേഷ്, വൈകിട്ട് 3:30 മണിയോടുകൂടി ഇതിൻ്റെ പ്രാരംഭമായ നടപടികൾ തുടങ്ങുമെന്നാണ്, മനുഷ്യ മഹാശൃംഖലയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങുമെന്നാണ് അറിയുന്നത്. എന്താണ് സർക്കാരും CPM നേതൃത്വം പ്രതീക്ഷിക്കുന്നത്? ഏത് നിലയ്ക്കുള്ള ഒരു പങ്കാളിത്തമാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്?
ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരായ ഏറ്റവും വലിയ പ്രതിരോധമാണ് ഈ ഒരു മനുഷ്യ മഹാശൃംഖല എന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ മുന്നൊരുക്കത്തോടു കൂടിയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കളിക്കാവിളിയിൽ നിന്ന് കാസർഗോഡ് വരെ ഏതാണ്ട് 620 കിലോമീറ്റർ ദൂരത്തിൽ ഈ ഒരു ശൃംഖല സൃഷ്ടിക്കും എന്നുള്ളതാണ് നേതാക്കൾ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 70 ലക്ഷത്തോളം പേർ പങ്കാളികളാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ കേരളത്തിൻ്റെ ഒരു സമര ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ഒരു ഏടായി ഈ ഒരു മനുഷ്യ മഹാശൃംഖല മാറും എന്നുള്ള പ്രതീക്ഷയാണ് ഇടതുമുന്നണി നേതാക്കളാകെ തന്നെ പങ്കുവെക്കുന്നത്. കാരണം രാജ്യത്താകെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾക്കെല്ലാം ഒരു നേതൃനിരയിലേക്ക് കേരളം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ പാർട്ടിക്കുണ്ട്, അതുപോലെ തന്നെ ഇടതുമുന്നണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം എന്തിനും ഒരു മാതൃകയാണ് എന്ന് കാണിക്കണം എന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ആ പരിപാടിക്കുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്ത് സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിലാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളും സാംസ്കാരിക നായകരും ഒക്കെ പങ്കെടുക്കുന്നത്. ഈ കളിക്കാവിളിയിൽ നിന്നാണ് അതിൻ്റെ ഒരു തുടക്കം എങ്കിലും ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധാകേന്ദ്രവും ഈ ഒരു മേഖല തന്നെയായിരിക്കും. ഇവിടെ വേദി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഈ വേദിയിൽ പൊതുയോഗം നടക്കും. അതോടൊപ്പം തന്നെ കൃത്യം നേരത്തെ ഗോപീഷ്ണൻ സൂചിപ്പിച്ചതുപോലെ 3:30-ക്കാണ് റിഹേഴ്സൽ. 3 മണിയോടുകൂടി തന്നെ പ്രവർത്തകർ എത്തിച്ചേരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഓരോ മേഖലകളെയും തിരിച്ച് ഓരോ പാർട്ടികൾക്കും ചുമതലകൾ നൽകിയിട്ടുണ്ട്. അത് അവിടെ ആ ഭാഗത്ത് ആളുകൾ വന്നെത്തേണ്ടതും ആ ശൃംഖലയിൽ ഭാഗമാകേണ്ടതുമൊക്കെ ആ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയ്ക്കാണ് ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് 3 മണിക്ക് ശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 3:30-ക്കാണ് റിഹേഴ്സൽ. ആ റിഹേഴ്സലിന് ശേഷം 4 മണിക്ക് ശൃംഖല ആരംഭിക്കും. അതിൽ ആദ്യം ഭരണഘടനയുടെ ആമുഖം വായിക്കലാണ്. അതിനുശേഷം പ്രതിജ്ഞയെടുക്കും. വിവരങ്ങൾ നൽകിയത്. എറണാകുളത്തേക്ക് പോവുകയാണ് സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, കൊച്ചിയിൽ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? മറ്റ് പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ളവരൊക്കെ ഈ ക്ഷണം തള്ളിയിട്ടുണ്ട് പങ്കെടുക്കണമെന്ന. പക്ഷേ അത്തരത്തിലേക്ക് പ്രതീക്ഷയുണ്ടോ ഇടതുമുന്നണിക്ക്? അനുജ, എറണാകുളത്ത് 50 കിലോമീറ്ററാണ് മനുഷ്യ മഹാശൃംഖല നീണ്ടു നിൽക്കുക. അതായത് അങ്കമാലി പൊങ്ങം മുതൽ അരൂര് വരെ 50 കിലോമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. 3 ലക്ഷം ആളുകൾ ഈ മനുഷ്യ മഹാശൃംഖലയിൽ പങ്കെടുക്കുമെന്നാണ് എറണാകുളത്തെ ഇടതുമുന്നണിയുടെ അവകാശവാദം. ഒപ്പം തന്നെ സാംസ്കാരിക നായകർ, സിനിമാ താരങ്ങൾ തുടങ്ങി നിരവധി ആളുകളെ ഇവിടേക്ക് എത്തിക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്കമാലിയിൽ ആദ്യ കണ്ണിയാവുന്നത് MC ജോസഫൈനാണ്. പിന്നീട് അവസാന കണ്ണി അരൂരാണ്. അത് നാടക പ്രവർത്തകനായിട്ടുള്ള KM ധർമ്മനാണ് അവസാന കണ്ണിയാവുന്നത്. ഇതിനിടയിൽ 3 ലക്ഷം ആളുകൾ, ചുരുങ്ങിയത് ഏറ്റവും കുറവ് 3 ലക്ഷം ആളുകൾ പങ്കെടുക്കും ുള്ള ഒരു അവകാശവാദം ഇതിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ ഇടതുമുന്നണി നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഈ രണ്ട് സംഘടനകളുടെയും സാന്നിധ്യമോ അല്ലെങ്കിൽ ഈ രണ്ട് സംഘടനകളുടെയും പിന്തുണയോ തങ്ങൾക്ക് വേണ്ട എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി. മറ്റ് സംഘടനകൾക്ക്, കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളിലെ ഇതിലേക്ക് അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്കും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ ഇന്നത്തെ മനുഷ്യ മഹാശൃംഖലയിൽ പങ്കെടുക്കാമെന്നുള്ളത് തന്നെയാണ്. ഭരണഘടന സംരക്ഷിക്കുക, മതേതരത്വം പുലർത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് മനുഷ്യ ശൃംഖല നടക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ്. എടപ്പള്ളിയിൽ പ്രധാന വേദിയാണ് ഈ കാണുന്നത്. ഈ പ്രധാന വേദിയിലായിരിക്കും ഇവിടുത്തെ ഈ 4 മണിക്കത്തെ മനുഷ്യ മഹാശൃംഖലയിൽ കൈകോർത്തതിന് ശേഷം, ഭരണഘടനയുടെ ആമുഖം വായിച്ചതിന് ശേഷം അതിനുശേഷം നടക്കുന്ന പൊതുപരിപാടികൾ ഇവിടെ ആയിരിക്കും നടക്കുക. മാത്രമല്ല 10 ഇടങ്ങൾ, എറണാകുളം ജില്ലയിൽ 10 ഇടങ്ങളിൽ, അങ്കമാലി അരൂര് വരെയുള്ള 50 കിലോമീറ്റർ ചുറ്റളവിൽ 10 ഇടങ്ങളിലായിരിക്കും പൊതുസമ്മേളനം ഉണ്ടാവുക. എന്തായാലും പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന പൊതുസമ്മേളനം എടപ്പള്ളിയിൽ തന്നെയാണ് നടക്കുന്നത്. എല്ലാ പാർട്ടികളിൽ നിന്നുമായി. ഏതായാലും അങ്കമാലി മുതൽ അരൂർ വരെയാണ് കൊച്ചിയിൽ എറണാകുളത്ത് മനുഷ്യ മഹാശൃംഖല ചേരാൻ പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് സഹിൻ ആന്റണി നൽകിയത്. നമുക്ക് കോഴിക്കോട് മലബാർ മേഖലയിൽ എങ്ങനെയാണ് മനുഷ്യ മഹാശൃംഖലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് നോക്കാം. ഷഹദ് റഹ്മാൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോഴിക്കോട് നിന്ന്. ഷഹദ്, കോഴിക്കോട് എവിടെ മുതൽ എവിടെ വരെയാണ് മനുഷ്യ മഹാശൃംഖല? എത്ര പേരുടെ പങ്കാളിത്തം പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്? ആരൊക്കെയാണ് ആദ്യം അവസാനവും കണ്ണി ചേർക്കപ്പെടുന്നത്? ഗോപീകൃഷ്ണൻ, കോഴിക്കോട് മനുഷ്യ മഹാശൃംഖലയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൃത്യം 4 മണിയോടുകൂടി തന്നെ മനുഷ്യ മഹാശൃംഖല അണിചേരും. ആദ്യം 3:30യോടുകൂടി ട്രയലായിട്ട് ഉണ്ടാകും. ട്രയൽ മനുഷ്യ മഹാശൃംഖല ഉണ്ടാകും. മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, അതുപോലെ AK ശശീന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, മതനേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോഴിക്കോട് നഗരത്തിലെ മനുഷ്യ മഹാശൃംഖലയിൽ അണിചേരും. ആദ്യം വടകര ജില്ലയിലെ അഴിയൂരിലാണ് മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി P സതീദേവിയാണ് ആദ്യ കണ്ണിയാവുക.
ഇത് അവസാനിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മനുഷ്യ മഹാശൃംഖലയുടെ അവസാന കണ്ണി അവസാനിക്കുന്നത് രാമനാട്ടുകരയിലാണ്. VKC മുഹമ്മദ് കോയ MLA ആണ് ഇതിലെ അവസാന കണ്ണിയായി അണിചേരുക. ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിൽ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ ഈ മനുഷ്യ മഹാശൃംഖലയിൽ മതസാമുദായിക നേതാക്കളുടെ ഒരു സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് കോഴിക്കോട് മുതലക്കുളം പരിസരം കേന്ദ്രീകരിച്ചായിരിക്കും ഈ നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ടാകുക. അവിടെ തന്നെയാണ് മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാരും മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാവുക. കോഴിക്കോട് മുതലക്കുളം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മാനാഞ്ചിറ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തരത്തിൽ ആളുകൾ അണിചേരുക. ഏകദേശം 6 ലക്ഷത്തോളം ആളുകളെയാണ് മനുഷ്യ മഹാശൃംഖലയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത്. 6 ലക്ഷത്തോളം ആളുകൾ മനുഷ്യ മഹാശൃംഖല ഇടതുമുന്നണി CAA-ക്കെതിരെ സംഘടിപ്പിക്കുന്ന മനുഷ്യ മഹാശൃംഖല സംസ്ഥാനത്ത് ആരംഭിക്കും. കാസർഗോഡ് മുതൽ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതെ, കാസർഗോഡ് മുതൽ കളിയിക്കാവിള വരെയുള്ള. അതിനിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളെ മനുഷ്യ മഹാശൃംഖലയുടെ ഭാഗമാക്കാൻ ക്ഷണിക്കുന്നുവെന്നാണ് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ 24-നോട് പറഞ്ഞത്. നമ്മുടെ പ്രതിനിധി സഹിൻ ആന്റണിയാണ് CN മോഹനോട് സംസാരിച്ചത്. ആ റിപ്പോർട്ട് കാണാം. പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാനത്ത് ഇന്ന് ഇടതുമുന്നണി മനുഷ്യ മഹാശൃംഖല സംഘടിപ്പിക്കുകയാണ്. എറണാകുളം ജില്ലയും അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. എറണാകുളം ജില്ലയിലെ അമരക്കാരനും CPM-ൻ്റെ നേതാവുമായിട്ടുള്ള ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള CN മോഹനാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ജില്ല ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു? ജില്ലയിൽ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഞങ്ങൾ ജില്ലയ്ക്കകത്ത് 2 ജാഥകൾ LDF നടത്തി. അതുകൂടാതെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ഏരിയയിലും വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തി. വാഹനങ്ങളെല്ലാം ബുക്ക് ചെയ്തു. ഇതിൽ പങ്കെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള മറ്റ് സംഘാടക സമിതികൾ രൂപീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശിഷ്ട വ്യക്തികളെ പ്രത്യേകമായി ക്ഷണിച്ചു. അവരെല്ലാം വീടുകളിൽ പോയി കണ്ടു. മത പണ്ഡിതന്മാരെ നേരിട്ട് ക്ഷണിച്ചു. ഇങ്ങനെ അവരെല്ലാം കൂടിയതിനു ശേഷം 3 ലക്ഷം പേര് എറണാകുളം ജില്ലയ്ക്ക് എത്തുന്ന രാവിലെ 3:30 മണിക്ക്, ഇന്ന് വൈകിട്ട് 3:30 മണിക്ക് നമ്മുടെ മനുഷ്യശൃംഖല തീർക്കുന്നതിന് വേണ്ടി എത്തിച്ചേരും. നമ്മുടെ ജില്ലയ്ക്കകത്തുള്ള പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക നായകന്മാർ, കലാരംഗത്തുള്ള പ്രവർത്തകന്മാർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാം ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ സാനുമാഷ്, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, അതുപോലെ തന്നെ രാജീവ് രവി, പിന്നെ B ഉണ്ണികൃഷ്ണൻ, ആഷിഖ് അബു, റിമ കല്ലിങ്കൽ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം അവർ നമ്മുടെ NS മാധവൻ മിക്കവാറും ഉണ്ടായിരിക്കും. ഇവരെല്ലാം എടപ്പള്ളി സ്റ്റേഷൻ കവലിൽ ചേരുന്ന ജില്ലാടിസ്ഥാനത്തിലുള്ള മീറ്റിംഗ് അവിടെയാണ് നടക്കുന്നത്. അവിടെ വെച്ച് അവർ ആ പരിപാടി പങ്കെടുക്കും. എന്തായാലും ജില്ലയ്ക്കകത്ത് മനുഷ്യച്ചങ്ങല ഞങ്ങൾ 1987 മുതൽ മനുഷ്യച്ചങ്ങല തീർക്കുന്നതാണ്. പല ഘട്ടങ്ങളിൽ 87, 89, പിന്നെ 2006, 2009, 2012 ഇങ്ങനെ എല്ലാം തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യച്ചങ്ങലയെ സംബന്ധിച്ച് ആശങ്കയൊന്നുമില്ല. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുൻപില്ലാത്ത വിധത്തിലുള്ള വലിയ തരത്തിലുള്ള ആളുകളുടെ അംഗീകാരവും അല്ലെങ്കിൽ പിന്തുണയുമാണ് ഇക്കാര്യത്തിലുള്ളത്. അതായത് ഇതിൽ പാർട്ടിയുടെ അനുഭവമുള്ള ആളുകൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ള ഒരു കരുതലാണോ? അല്ല, പാർട്ടി അനുഭാവികൾ മാത്രമല്ല ഇത്. ഒന്ന് പാർട്ടി അനുഭാവികൾ മാത്രമല്ല LDF ഉദ്ദേശിക്കുന്നത്. ഇതിലുദ്ദേശിക്കുന്നത് വെച്ചാൽ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്ക് മുഴുവൻ പേർക്കും പങ്കെടുക്കാം. അതിൽ കോൺഗ്രസ് ഉൾപ്പെടെ, കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. കാരണം ഈ കാര്യത്തിൽ നമുക്ക് കോൺഗ്രസുമായി തർക്കവും ഞങ്ങൾക്കില്ല. അത് അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്ത കെ മുരളീധരനെ രൂക്ഷമായി വിമർശിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു. മോഹൻ ശങ്കറിനെ KPCC വൈസ് പ്രസിഡന്റ് ആക്കിയത് തന്റെ തീരുമാനമാണെന്നും തീരുമാനം ഏകകണ്ഠമായിരുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. പാർട്ടി വിട്ടവരെ തിരിച്ചെടുത്ത സമീപനമാണ് കോൺഗ്രസിന് എന്നുമുള്ളതെന്നും പാർട്ടിക്കകത്ത് പറയേണ്ടത് പുറത്തു പറയരുതെന്നും മുല്ലപ്പള്ളി കോഴിക്കോട്ട് ഓർമ്മപ്പെടുത്തി. KPCC ഭാരവാഹി പട്ടികയ്ക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയ കെ മുരളീധരനെ രൂക്ഷമായ ഭാഷയിലാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിമർശിച്ചത്. ബൂത്ത് കമ്മിറ്റിയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവർ KPCC ഭാരവാഹി പട്ടികയിൽ ഉണ്ടെന്നായിരുന്നു കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രതികരിച്ചത്. അതിന് മുല്ലപ്പള്ളിയുടെ മറുപടി ഇപ്രകാരം: പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്ത് തന്നെ പറയണം. പാർട്ടി വിട്ട് പല സംഘടനയിലും പോയി പ്രവർത്തിച്ചവരെ തെറ്റുതിരുത്തി വന്നപ്പോൾ സ്വീകരിച്ച സംസ്കാരമാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ അച്ചടക്കലംഘനം അനുവദിക്കില്ലെന്ന് മുല്ലപ്പള്ളി തുറന്നടിച്ചു. പാർട്ടിയുടെ വേദിയിൽ പറയേണ്ട കാര്യങ്ങൾ പറയണം, അല്ലാതെ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പാർട്ടിക്ക് ഗുണമല്ല. പിന്നെ മറ്റൊരു കാര്യം, എത്ര പേർ പാർട്ടി വിട്ടുപോയിട്ടുണ്ട്? ആ വിട്ടുവന്നവരെ ഞങ്ങൾ ഈ പാർട്ടിയിലേക്ക് ഇരുകൈയും കൂട്ടി സ്വീകരിച്ചല്ലേ? അവർ തെറ്റുതിരുത്താൻ തയ്യാറായപ്പോൾ, അവർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പശ്ചാത്തലിച്ചപ്പോൾ എടുത്ത പാർട്ടിയല്ലേ ഈ പാർട്ടി? കെ മുരളീധരനോട് വിശദീകരണം ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ അത് KPCCയുടെ പുതിയ ഭാരവാഹികളുടെ ആദ്യ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ മറുപടി. ഇവിടെ അച്ചടക്കം വേണമോ വേണ്ടയോ എന്ന കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ മാത്രമല്ല. അച്ചടക്കമില്ലാതെ ഈ പാർട്ടിക്ക് പോകാൻ സാധ്യമല്ല. ആൾക്കൂട്ടത്തിൽ നുകർന്നു കേൾക്കുന്ന ഈ ഇത്തരം അവസരങ്ങളുണ്ടല്ലോ, ഒരിക്കലും ശരിയല്ല.
പുതിയ പട്ടികയിൽ ആർ ശങ്കറിന്റെ മകൻ ഉൾപ്പെടെ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയത് താൻ നിർദ്ദേശിച്ചിട്ടാണെന്നും എന്നാൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അത് ഏകകണ്ഠമായി അംഗീകരിച്ചുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഏതായാലും കെ മുരളീധരനെതിരെ മുല്ലപ്പള്ളി നിലപാട് കടുപ്പിക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 24 കോഴിക്കോട്. ഗോപീഷ്ണൻ, ഇതിൽ ഈ പാർട്ടി വിട്ടുപോയവരെ തിരിച്ചെടുത്തിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യം അത് കെ മുരളീധരനെ കൂടി ഉദ്ദേശിച്ചാകാം. മുരളീധരനാണല്ലോ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ മുരളി ഓർക്കേണ്ടതാണ് ഈ പാർട്ടി വിട്ടുപോയവരെ തിരിച്ചെടുത്ത പാരമ്പര്യമാണ് പാർട്ടിക്കുള്ളത് എന്ന് മാത്രമല്ല ചില ഭാരവാഹികളുടെ കാര്യത്തിൽ അദ്ദേഹം അത് ഓൺ ചെയ്യുകയാണ്. അതേപോലെ ഞാൻ അത് ഓൺ ചെയ്യുകയാണ് എന്നാണ്. അതായത് പ്രകടമായി തന്നെ KPCC അധ്യക്ഷനും ഇവരും തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത പ്രകടമായി പുറത്തേക്ക് വരുന്നു എന്നതാണ്. മാത്രമല്ല ഈ ഒരു ജംബോ പട്ടികയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാക്കാൻ KPCC പ്രസിഡന്റിന് കഴിഞ്ഞു. അങ്ങനെ ഒരു അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം കൂടി മുല്ലപ്പള്ളിക്ക് ഉണ്ടാകാം സ്വാഭാവികമായും. അതായിരിക്കും ഈ പ്രതികരണത്തിൽ കാണുന്നത്. വാർത്തകളിലേക്ക് വീണ്ടും. കൊച്ചി പള്ളുരുത്തിയിൽ ശാരീരിക ചൂഷണത്തിനിരയായ 16-കാരിയുടെ പരാതി അവഗണിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യത. പള്ളുരുത്തി CIയോട് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കുമാർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിയുടെ ചിത്രം നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു. 24 വാർത്തയെ തുടർന്നാണ് നടപടി. ശാരീരിക ചൂഷണത്തിനിരയായ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ പെൺകുട്ടി പരാതി നൽകിയിട്ടും കൊച്ചി പള്ളുരുത്തി പോലീസ് അവഗണിക്കുകയായിരുന്നു. പെൺകുട്ടിയെ പോലീസ് അപമാനിച്ച സംഭവം 24-ലൂടെ പുറത്തു വന്നപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് അന്വേഷണം ആരംഭിച്ചു. 16-കാരിയായ പെൺകുട്ടിയുടെ പരാതി അവഗണിച്ച പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യത. സംഭവത്തിൽ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കുമാർ പള്ളുരുത്തി CIയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. പെൺകുട്ടിയുടെ പരാതി അവഗണിച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നാണ് സുരേഷ് കുമാർ പള്ളുരുത്തി പോലീസിനോട് ചോദിച്ചിരിക്കുന്നത്. പള്ളുരുത്തി CI നൽകുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ ഉടൻ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത. പെൺകുട്ടിയെ അപമാനിച്ച സംഭവം 24-ലൂടെ പുറത്തു വന്നതോടെ ഉന്നത പോലീസ് അധികാരികൾ ഇടപെട്ട് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുത്തു. പ്രതികളുടെ അറസ്റ്റ് ഉടനുണ്ടാവും. സഹിൻ ആന്റണി, 24 കൊച്ചി. കാട്ടാക്കട കൊലപാതക കേസിൽ ഉത്തമൻ ഉൾപ്പെടെയുള്ള മുഖ്യപ്രതികൾ പിടിയിലായതായി സൂചന. ഇതോടെ കേസിൽ ആകെ 6 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറായ വിജിന്റെ അറസ്റ്റ് മാത്രമാണ് പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ കാട്ടാക്കട സ്വദേശി ഉണ്ണിയെയും വെള്ളറട സ്വദേശി അനീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുഖ്യപ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെയോടെ ഉത്തമനടക്കമുള്ള 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് പ്രതികളെ പിടിച്ചതെന്നും വിവരമുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഇതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ എണ്ണം 6 ആയി. അതേസമയം മണ്ണ് മാഫിയ തലവനായ സജു ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. സംഗീതനെ ഇടിച്ചിട്ട വാഹനം ഏതാണെന്ന് കണ്ടെത്തുന്നതിനായുള്ള ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. ടിപ്പറാണ് സംഗീതനെ ഇടിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അന്വേഷണത്തിന്റെ നിർണായക വിവരങ്ങൾ മറച്ചുവെച്ച് കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. 24 തിരുവനന്തപുരം. എറണാകുളം കാക്കനാട് തെങ്ങോട് ബ്യൂട്ടി പാർലർ ജീവനക്കാരന്റെ കൊലപാതകം അന്വേഷിക്കാൻ അന്വേഷണ സംഘം തെലങ്കാനയിലേക്ക്. പ്രതി കേരളം വിട്ടതായി സ്ഥിരീകരിച്ചു. ഇൻഫോ പാർക്ക് SIയും സംഘവും ഇന്ന് തെലങ്കാനയിലേക്ക് തിരിക്കും. എറണാകുളം കാക്കനാടിന് സമീപം തേങ്ങോട് ബ്യൂട്ടി പാർലർ മാനേജറെ ഇന്നലെ രാവിലെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പാർലറിലെ ജീവനക്കാരനായിരുന്ന ചാണ്ടിരുദ്ര വിജയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു. പ്രതി നാട്ടിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തെലങ്കാനയിലേക്ക് വ്യാപിപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള ഇൻഫോ പാർക്ക് SI ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് തെലങ്കാനയിലേക്ക് തിരിക്കും. സംഭവസ്ഥലത്തു നിന്നും ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട വിജയ് ശ്രീധരന്റെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾ എത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 കൊച്ചി. +1 വിദ്യാർത്ഥിയെ പീഡനത്തിനിരയാക്കിയ കേസിൽ വളാഞ്ചേരിയിൽ 3 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10 ആയി. 16 പേർ തന്നെ പീഡനത്തിനിരയാക്കിയെന്ന് വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ആദവനാട് മാട്ടുമൽ സ്വദേശികളായ മറ്റത്ത് കുഞ്ഞുമുഹമ്മദ് എന്ന മാനുപ്പ, പാലേരിക്കുണ്ടിൽ അലി, അണ്ണത്തുവീട് മുഹമ്മദ് അലി എന്ന ബാവ എന്നിവരെയാണ് വളാഞ്ചേരി CI മനോഹറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ കാടാമ്പുഴയിലും കൽപ്പകഞ്ചേരിയിലുമടക്കം അറസ്റ്റിലായവരുടെ എണ്ണം 10 ആയി. ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൗൺസിലിംഗിലാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുറുക്കോൾ സ്വദേശി അബ്ദുസമദ്, ശിവദാസൻ, രണ്ടത്താണി സ്വദേശി സമീർ എന്നിവർ കൽപ്പകഞ്ചേരിയിലും
കല്ലാർമംഗലം മുഹമ്മദ് കോയ, കടവത്തനകത്ത് ലിയാക്കത്ത്, പുളിക്കൽ മുഹമ്മദ് ജലീൽ, മൊയ്തീൻകുട്ടി എന്നിവർ കാടാമ്പുഴയിലും അറസ്റ്റിലായിരുന്നു. 16 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാടാമ്പുഴയിലും പരിസരങ്ങളിലുമായി 16ഓളം പേർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായാണ് +1 വിദ്യാർത്ഥി മൊഴി നൽകിയത്. ഇതുപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ് പുരോഗമിക്കുകയാണ്. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജ്ജമാക്കിയതായും പോലീസ് അറിയിച്ചു. 24 മലപ്പുറം. കൊറോണ വൈറസ് അതിവേഗം പടരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. രാജ്യം നേരിടുന്നത് അതിഭീകരമായ അവസ്ഥയാണെന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. വൈറസ് ബാധയെ തുടർന്ന് ചൈനയിൽ മരണമടഞ്ഞവരുടെ എണ്ണം 56ആയി. 1975 പേർക്ക് രോഗം ഇതുവരെ സ്ഥിരീകരിച്ചു. കൊറോണ ഭീതിയെ തുടർന്ന് ആഘോഷിക്കാത്ത പുതുവർഷമാണ് ചൈനയിൽ കടന്നുപോയത്. ദേശവ്യാപകമായി പൊതുഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും നിരീക്ഷണത്തിലാക്കാനാണ് തീരുമാനം. യാത്ര ചെയ്യുന്നവരെ പരിശോധനകൾക്ക് വിധേയരാക്കും. രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്ത വുഹാൻ നഗരം പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. പൊതുഗതാഗത സംവിധാനങ്ങളും ട്രെയിൻ സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ സ്വകാര്യ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. സർക്കാർ വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് പ്രസിഡന്റ് ആശങ്കയറിയിച്ചത്. രാജ്യം അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. ചികിത്സ വൈകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കൊറോണ ബാധിച്ചവരെ പരിശോധിക്കാനുള്ള രണ്ടാമത്തെ പ്രത്യേക ആശുപത്രിയുടെ പണി ഫെബ്രുവരി പകുതിയോടെ പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ പരിശോധനകൾക്കായി വിദഗ്ധ മെഡിക്കൽ സംഘം വുഹാനിലെത്തി. അടിയന്തരാവസ്ഥ തുടരുന്ന ഹോങ്കോങ്ങിൽ സ്കൂളുകളുടെ അവധി നീട്ടി. ചൈനയെ കൂടാതെ രോഗം പടർന്ന ഓസ്ട്രേലിയ, ഫ്രാൻസ്, അമേരിക്ക, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ സ്ഥിതി വിലയിരുത്തുകയാണ് ലോകാരോഗ്യ സംഘടന. സ്ഥിതി വിലയിരുത്താൻ യൂറോപ്യൻ യൂണിയൻ നാളെ യോഗം വിളിച്ചു. നിലവിൽ ചൈനയടക്കം 10 രാജ്യങ്ങളിലാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് 24. സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയായ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് ഭരണ പ്രതിപക്ഷ തർക്കം. ഭവന നിർമ്മാണ പൂർത്തീകരണ പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ ആഘോഷമായി നടത്തിയപ്പോൾ വീട് ലഭിക്കാത്തവരുടെ സംഗമവുമായി മുസ്ലിം ലീഗും പ്രതിഷേധ മാർച്ചുമായി കോൺഗ്രസും രംഗത്തെത്തി. ലൈഫ് മിഷനിലൂടെ നിർമ്മാണം പൂർത്തിയാക്കിയ 14,105 വീടുകളുടെ മലപ്പുറം ജില്ലാതല പ്രഖ്യാപനമാണ് മന്ത്രി KT ജലീൽ നിർവഹിച്ചത്. ഭവന പദ്ധതിക്കെതിരെ നടക്കുന്ന സർക്കാരിനെതിരായ പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമെന്ന് മന്ത്രി KT ജലീൽ പറഞ്ഞു. വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീടോ? എന്താണ് ഈ പറയുന്നത്? അതായിരുന്നു നമ്മളിൽ പലരും കരുതിപ്പോന്നത്. അതേസമയം ലൈഫ് മിഷനിൽ അപേക്ഷിച്ച 14,000-ലധികം കുടുംബങ്ങൾ പദ്ധതിക്ക് പുറത്തു നിൽക്കുമ്പോഴാണ് ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള ആഘോഷ പരിപാടിയെന്ന് മുസ്ലിം ലീഗും ആരോപിച്ചു. വീട് ലഭിക്കാത്തവരുടെ പ്രതിഷേധ സംഗമത്തിലും നിരവധി പേർ പങ്കെടുത്തു. ഇപ്പോൾ കൊടുത്ത ഈ പദ്ധതിയിൽ തന്നെ ഗ്രാമപഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിൻ്റെയും വിഹിതം മാത്രമാണ് ഗുണഭോക്താവ് കിട്ടിയിട്ടുള്ളത്. സർക്കാർ വിഹിതം ഒരു നയാ പൈസ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ത്രിതല പഞ്ചായത്തുകളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വീടുകളുടെ മേനി നടിക്കുകയും സർക്കാർ അവരെ വിളിച്ച് ആഘോഷം സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർഹരായ മുഴുവൻ ഭവനരഹിതർക്കും വീട് നൽകാത്തതിനെതിരെ കോൺഗ്രസ് ആഘോഷവേദിയിലേക്ക് മാർച്ചും നടത്തി. 24 മലപ്പുറം. തൃശൂർ ടോൾ പ്ലാസയിൽ ഫാസ്ടാഗ് ഉപയോഗിക്കുന്ന പലർക്കും കൂടുതൽ പണം നഷ്ടപ്പെടുന്നതായി പരാതി. ഇത്തരം പരാതികൾ ഇടയ്ക്കിടെ ലഭിക്കുന്നതായി ടോൾ അധികൃതരും വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിന് പോംവഴി കണ്ടെത്താൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തൃശൂർ ടോൾ പ്ലാസയിൽ കൂടുതൽ പേർ ഫാസ്ടാഗ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഫാസ്ടാഗ് ശരിയായി റീഡ് ചെയ്യപ്പെടാത്തതിനാൽ ഏറെ നേരം സമയം നഷ്ടമാകുന്നതായും നിരവധി യാത്രക്കാർ പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. ചെയ്യാത്ത യാത്രയ്ക്ക് പണം നഷ്ടമായെന്ന പരാതിയുമായി ടോൾ പ്ലാസ അധികൃതരെ സമീപിച്ചിരിക്കുകയാണ് സാമൂഹിക പ്രവർത്തക കൂടിയായ ഡോക്ടർ ഷിനു ശ്യാമളൻ. 16-ന് ടോൾ പ്ലാസയിലൂടെ കാറിൽ കടന്നുപോയതിന് കാറിന്റെ തുകയ്ക്ക് പുറമെ ട്രാക്കിന് സമാനമായി 335 രൂപ കൂടി ഈടാക്കിയിരുന്നു. 16-ാം തീയതി പാലിയേക്കര ടോൾ വഴി പോകുമ്പോൾ കൊച്ചിയിലോട്ട് പോകുന്ന വഴി 75 രൂപ എൻ്റെ ഫാസ്ടാഗിൽ നിന്ന് കട്ടാക്കി. തിരിച്ചു വരുന്ന വഴി 35 രൂപ കട്ടാക്കി. ശേഷം 18-ാം തീയതി എനിക്കൊരു മെസ്സേജ് വന്നു, എൻ്റെ ഫാസ്ടാഗിൽ നിന്നും 335 രൂപ ഏതോ ഒരു ട്രക്കിൻ്റെ പേരിൽ അവർ കട്ടാക്കി. ഇത് തികച്ചും അനീതിയാണ്. എനിക്ക് ഒരു കാരണവശാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പലർക്കും കൂടുതൽ പണം നഷ്ടപ്പെട്ടതായി പരാതിയുണ്ട്. പരാതിയുള്ളവർ മൊബൈലിലെ ഫാസ്ടാഗ് ആപ്ലിക്കേഷനിലെ വിൻഡോ വഴി പരാതി നൽകിയാൽ 7 ദിവസത്തിനകം പരിഹാരം ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ദേശീയ സംവിധാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്നാണ് ടോൾ കമ്പനി അധികൃതരുടെ വാദം. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ജീവനക്കാരും യാത്രക്കാരും തമ്മിലുള്ള തർക്കത്തിനും കാരണമാകുന്നുണ്ട്. 24 തൃശൂർ. ഇന്നത്തെ ഐ ലീഗ് ഫുട്ബോളിനൊരു പ്രത്യേകതയുണ്ട്.
സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ മരണമടഞ്ഞ ധൻരാജ് എന്ന പ്ലെയറിന് വേണ്ടിയാണ് ഇന്നത്തെ മത്സരം. അതിലെ ധൻരാജിനെ കുടുംബത്തിനെ സഹായിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതെ. ഇന്ന് ഗോകുലം FC ചർച്ചിൽ ബ്രദേഴ്സ് പോരാട്ടമാണ് നടക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ഈ മത്സരത്തിൽ നിന്ന് ലഭിക്കുന്ന തുക സെവൻസ് മത്സരത്തിനിടെ മരിച്ച ധൻരാജിന്റെ കുടുംബത്തിന് നൽകും. മത്സരം 24-ൽ തത്സമയം കാണും. പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ള ചർച്ചിൽ ബ്രദേഴ്സും 5ാം സ്ഥാനത്തുള്ള ഗോകുലം കേരളയും കളത്തിലിറങ്ങുമ്പോൾ തീപ്പൊരി പോരാട്ടം ഉറപ്പ്. 3ാം സ്ഥാനത്ത് തിരികെത്താൻ ഗോകുലം FCക്ക് ഇന്നത്തെ മത്സരത്തെ വിജയം അനിവാര്യം. കഴിഞ്ഞ കളിയിൽ പഞ്ചാബിനോട് 3-1 പരാജയപ്പെട്ട ഗോകുലം ഈ മത്സരത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇത് നമ്മുടെ ഹോം മത്സരമാണ്. നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരണം. ഈ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ടോപ്പ് 3ലേക്ക് എത്താനും പറ്റും. പഞ്ചാബിനെതിരെ ഗോളടിച്ച ഹെൻറി കിസേക്ക ഈ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്നത്തെ മത്സരത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണ്ണമായും അന്തരിച്ച ഫുട്ബോൾ താരം ധനരാജിന്റെ കുടുംബത്തിന് നൽകാനാണ് ഗോകുലത്തിന്റെ തീരുമാനം. താരങ്ങളും ഈ തീരുമാനത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. എല്ലാവരും വന്ന് ഈ ഒരു മത്സരം വന്ന് കണ്ട് നമ്മുടെ ഈ ഒരു ദൗത്യം ധനരാജിൻ്റെ കുടുംബത്തിന് കൊടുക്കാമെന്നുള്ള ഒരു ദൗത്യം തീർച്ചയായിട്ടും നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് വരണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾ പറയാനുള്ളത്. മത്സരം കാണാൻ ധനരാജിന്റെ കുടുംബവും ഗ്യാലറിയിലെത്തും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ മത്സരത്തിന് കോംപ്ലിമെന്ററി പാസുകളും നൽകില്ല. വനിതകൾക്കുള്ള സൗജന്യ പ്രവേശനത്തിനും നിയന്ത്രണമുണ്ട്. ഈ ടിക്കറ്റുകൾ കൂടി വിൽപ്പന നടത്താനാണ് തീരുമാനം. 24 കോഴിക്കോട്. ഈ ന്യൂസ് ട്രാക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി മനുഷ്യ മഹാശൃംഖലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. 70 ലക്ഷം പേർ ഇതിൽ കണ്ണികളാകും എന്നതാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 24-ൽ പൂർണ്ണമായി മനുഷ്യ മഹാശൃംഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വിവരങ്ങളും വാർത്തകളും അതോടൊപ്പം തന്നെ അതിൻ്റെ ആകാശ ദൃശ്യങ്ങളടക്കം തുടർന്ന് അങ്ങോട്ടുള്ള ബുള്ളറ്റിനുകളിൽ തുടർച്ചയായി തന്നെ നിങ്ങൾക്ക് കാണാം. വളരെ ചെറിയൊരു ഇടവേളയിലേക്കാണ് ഇനി പോകുന്നത്. അതെ, ന്യൂസ് ട്രാക്ക് 1710 വീണ്ടും 7 മണിക്ക് ഇന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഗോകുലം ഫുട്ബോൾ 10 മണിക്കാണ്. അതെ, 10 മണിക്ക് കാണാം. നമസ്കാരം.